സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂവി റിവ്യൂ ആണ്. ചത്താപ്പച്ച. ഇന്ന് ഫസ്റ്റ് ഷോ ആണ് പോയി കണ്ടത്. അറിയാലോ, അർജുന ഷോവിൻ്റെ സിനിമയാണ്. അർജുന ഷോ ഉണ്ട്, റോഷൻ മാത്യു ഉണ്ട്, അതുപോലെ സിദ്ദിഖുണ്ട്, വിശാഖ് നായർ, നമ്മുടെ മറ്റേ സിനിമ ആനന്ദത്തിൻ്റെ സിനിമയില കുപ്പിയൊക്കെ വേറെ ലെവലാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ മറ്റേ കുഞ്ചാക്കോവിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അതിലൊക്കെ അത്യാവശ്യം നല്ലപോലെ പെർഫോം ചെയ്തതാണ്. അപ്പം അതേപോലെ ഒരു വില്ലൻ ക്യാരക്ടർ തന്നെയാണ് ഇതിൽ ചെയ്തേക്കുന്നത്. വിശാഖ് നായർ എന്ന് പറയുന്ന ഒരു ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ് പുള്ളിക്കാരൻ്റെ. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ സിനിമ. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം നല്ലൊരു രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ഓവർ ഹൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇത് എങ്ങോട്ടാണ് പോകുന്നത്, എന്ത് രീതിയിലാണ് കഥ, ഒരു രീതിയിൽ മനസ്സിലാവുന്നില്ല. അതായത് കഥയൊക്കെ നോർമൽ കഥ തന്നെയാണ്, പക്ഷേ ഡെവലപ്പ് ചെയ്ത് പോകുന്ന ഒരു വഴിയുണ്ട്. പക്ഷേ കുറേ കാര്യങ്ങൾ മിസ്സിങ്ങുമാണ്, കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞു പോകുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മിസ്സിങ് ആയിട്ട് തോന്നി. ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. ഈ ഫൈറ്റൊക്കെ ആയാലും, ഫൈറ്റ് കുറേ സീൻസൊക്കെ ഉണ്ട്. ഫൈറ്റ് സീൻസ് ആയാലും ഇതിങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു റെസ്ലിംഗ്, ഒരു എന്താ പറയുക, ഫോർട്ട് കൊച്ചിയിൽ അവരിങ്ങനെ ഒരു ഇപ്പോഴത്തെ നമ്മൾ റെസ്ലിംഗ് ഒക്കെ കാണില്ല, അതായത് ജോൺ സീന, അണ്ടർടേക്കർ, അങ്ങനത്തെ കുറേ റെസ്ലിംഗ്, അതായത് ഫാൻസി റെസ്ലിംഗ് അവർ സെറ്റ് ചെയ്തിട്ട് അതിലൂടെ പൈസ കണ്ടെത്തുക. അങ്ങനെയാണ് അവർ ശരിക്കും പറഞ്ഞ ഒരു പുതിയൊരു ട്രെൻഡ് അവിടെ കൊണ്ടുവരുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ കഥയെന്ന് പറയുന്നത്. അത് അവരെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഫൈറ്റൊക്കെ അത്യാവശ്യം നല്ല ഫൈറ്റുകളായിരുന്നു കേട്ടോ. ഏറ്റവും അങ്ങനെ ഭയങ്കര ഓവറായിട്ട് അങ്ങനെ കാണിക്കണമൊന്നുമില്ല. അങ്ങനത്തെ കുറേ ഫൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റിങ്ങിൻ്റെ അകത്തെ ഫൈറ്റ് ആയാലും അത്യാവശ്യം നല്ല ഫൈറ്റ് തന്നെയായിരുന്നു. അതിലൊരു ഗേളുണ്ട്, മെയിനായിട്ടുള്ളൊരു നടിയുണ്ട്, അവരും അത്യാവശ്യം നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അർജുന അശോകൻ്റെ അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അർജുന അശോകൻ ഉൾപ്പെടെ എല്ലാവരും അത്യാവശ്യം നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ബോഡിയൊക്കെ എല്ലാവരും അത്യാവശ്യം നല്ല അതായത് മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മെയിൻ ക്യാരക്ടറായിട്ട് നിൽക്കുന്ന എല്ലാവരും ഫിറ്റ്നസ് അത്യാവശ്യം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് അർജുന അശോകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു സാധാ ഒരു കേരള പയ്യൻ എങ്ങനെയാണോ, അതായത് വയറൊക്കെ ചാടി എന്ന രീതിയിലായിരുന്നല്ലോ, ഒരു ബോഡി ഷേപ്പ് ഇല്ലാത്ത രീതിയിലായിരുന്നല്ലോ. അതൊക്കെ മാറിയിട്ട് ബോഡിയൊക്കെ നല്ലപോലെ ഷേപ്പ് ചെയ്തു. പക്ഷേ റോഷൻ മാത്യുവും ഈ നമ്മുടെ കുപ്പിയൊക്കെ നേരത്തെ ആയാലും അത്യാവശ്യം ഫിറ്റ്നസ് നോക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ അർജുന ഷോവ് മാറി അത്യാവശ്യം നല്ലതായിരുന്നു. നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ. ഇതിൻ്റെ ലുക്ക് എനിക്ക് നല്ല നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. താടിയും മുടിയൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ഫിറ്റ്നസ് ആയിട്ടുള്ള ബോഡി, അങ്ങനത്തെ ഒരു വ്യത്യസ്ത ലുക്കല്ല, ഒരു കുറച്ചുകൂടെ ഒരു സ്ക്രീൻ പ്രസൻസ് എനിക്ക് തോന്നി. നേരത്തെ സിനിമ വെച്ച് നോക്കുവാണെങ്കിൽ, കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ, അങ്ങനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോയിട്ട് അറിയാലോ, ഇൻ്റർവെൽ ആവാറാകുമ്പോഴാണ് റോഷൻ മാത്യുവിൻ്റെ എൻട്രി. അങ്ങനെ ഭയങ്കര മാരക എൻട്രി എന്നൊന്നും അല്ല, എങ്കിലും കുഴപ്പമില്ല. ഒക്കെ അടിപൊളി ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്താ പറയുക, ഒരു അരോചകമായിട്ടോ ബോറടിക്കുന്ന ഒന്നുമല്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ സ്ലോ പേസിലാണ് പോകുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഭയങ്കര ലാഗ് തോന്നും, പക്ഷേ കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ലാതെ പോയി. സെക്കൻഡ് ഹാഫിലോട്ടായപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് തീർന്നു പോയതുപോലെ തോന്നി. കാരണം ഇത്രയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന സാധനം പെട്ടെന്ന് തീർക്കണമല്ലോ. അതുകൊണ്ട് എന്തൊക്കെയോ സാധനങ്ങൾ ചടപറ കുത്തി കയറ്റി കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണിച്ചു. കുറേ കഥയൊക്കെ കുറേ മിസ്മാച്ച് ഉള്ളതുപോലെയൊക്കെ എനിക്ക് തോന്നി. കാരണം അതിൽ ഈ റോഷൻ മാത്യുവിൻ്റെ വൈഫ് മരിക്കുന്നതായിട്ടാണ് ആദ്യമേ കാണിക്കുന്നത്. അതിൽ കുറച്ച് സീൻസ് അവർ വൈഫും ഹസ്ബൻഡും ആണെന്ന് കാണിക്കാൻ വേണ്ടി ഈ ജയിലിൽ നിന്ന് വന്ന ശേഷം ഒരു ചെറിയൊരു 5-10 സെക്കൻഡോ എന്തോ ഉള്ളൊരു റൊമാൻറ്റിക് സീൻ, അങ്ങനെ എന്തോ ഉള്ളൂ. പെട്ടെന്ന് തീരും. ഓക്കെ, ആ നടിക്ക് വലിയ റോളൊന്നുമില്ല, പക്ഷെ അതെങ്ങനെ മരിച്ചു, ആ ഇൻറ്റൻസിറ്റി, അതായത് അവരെങ്ങനെ മരിച്ചു, അത് അവരെ കുടുംബത്തെ എങ്ങനെ ബാധിച്ചു, കുട്ടിയെ എങ്ങനെ ബാധിച്ചു, അതൊന്നും ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തതുപോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് പറഞ്ഞു പോയതുപോലെ തോന്നി. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ഈ ഡെവലപ്പ് ചെയ്ത സാധനങ്ങൾ കാണിച്ചു തീർക്കണ്ടേ? 2.5-3 മണിക്കൂറല്ലേ ഉള്ളൂ, അതിനകത്ത് കാണിച്ചു തീർക്കണ്ടേ? അപ്പോൾ പെട്ടെന്ന് എന്തൊക്കെയോ കാണിച്ചങ്ങ് തീർക്കുന്ന പോലെ തോന്നി. പിന്നെ എടുത്ത് പറയേണ്ട, അതിൽ റോഷൻ മാത്യുവിൻ്റെ മോളായിട്ട് അഭിനയിച്ചത്, അയ്യോ നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒട്ടും ഓവറല്ലാതെ ഒരു കുട്ടി എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്ന അതേ രീതിയിൽ അഭിനയിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അത് എടുത്ത് പറയണ്ടല്ലോ, കൊച്ചുകുട്ടി. ഞാനൊക്കെ കണ്ണും തള്ളിയിരുന്നു പോയി. ഞാനൊക്കെ ആ പ്രായത്തിൽ ഗോലി കളിച്ച് കിടക്കുന്നു, എന്തറിയാം. പിന്നെ അതിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത അഭിനയം എന്ന് പറയുന്നത് ഇഷാൻ ഷൗക്കത്ത് നമ്മുടെ മാർക്കോയിൽ ഉണ്ണി മൂന്നൻ്റെ അനിയനായിട്ട് അഭിനയിച്ച ഒരുത്തുണ്ടല്ലോ, മറ്റേ ബ്ലൈൻഡായിട്ട്. അവൻ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നു. അതായത് എന്തോ പഠിച്ച് നമ്മൾ ചെയ്യുമല്ലോ, ഈ സീൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ഓക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഒരു റോബോട്ട് വന്ന് അഭിനയിക്കുമല്ലോ, അതായത് മുഖഭാവങ്ങളോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞ് പഠിപ്പിച്ച് എന്താണോ അതവിടെ ചെയ്തു വയ്ക്കും.
ഓക്കെ, ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നി എനിക്കുമല്ല, എൻ്റെ ഫ്രണ്ടും അടുത്തിരുന്ന് പറയുന്നുണ്ടായിരുന്നു, എടാ അവൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് മാത്രമാണ് ഓവറായിട്ട് തോന്നുന്നതെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നുണ്ട്. അവനും ഇങ്ങോട്ട് പറഞ്ഞു എനിക്കും അങ്ങനെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. നമ്മൾ അറിയാലോ, ഫ്രണ്ടാവുന്നത് ഒരേ വൈബിലുള്ളവരാണല്ലോ, അപ്പോൾ ആ വൈബിലുള്ള അവനും അത് തന്നെയാണ് തോന്നിയത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഥയൊന്നും നോക്കണ്ട, കഥയൊക്കെ ക്ലീശ കഥയൊക്കെ തന്നെയാണ്. അവസാനമാകുമ്പോൾ കുറച്ച് പാസമൊക്കെ വാരി എറിഞ്ഞ് കഥയൊക്കെ അങ്ങ് ചടപടാ അങ്ങ് തീരും. ഓക്കെ, അതൊന്നും നോക്കണ്ട. പിന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മേക്കിങ്ങും കാര്യങ്ങളും. തല്ലുമാല അത്രയൊന്നും നോക്കണ്ട. തല്ലുമാല അതൊരു വേറെ ലീഗ് പടമാണ്, അറിയാമല്ലോ. എഡിറ്റിങ്ങിലായാലും വിഷ്വൽസിലായാലും ഡ്രസ്സിങ്ങിലായാലും കോസ്റ്റ്യൂംസിലായാലും എല്ലാം വേറിട്ട് നിൽക്കുന്നതാണ് തല്ലുമാല. അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യണ്ട. പക്ഷേ ഇത് മറ്റൊരു റെസ്ലിംഗ് പടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറേ ഈ 90s കിഡ്സിന് കുറേ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം WWE കാണുന്നവരാണെങ്കിൽ കുറേ സാധനങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ജോൺ സീനയുടെ കുറച്ച് റെഫറൻസ് ഉണ്ട്. അണ്ടർടേക്കറൊക്കെ ചുമ്മാ കോമഡി ആയിട്ടാണ് ഇത് കാണിച്ചു പോയിരിക്കുന്നത്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഈ റിങ്ങും മാച്ചൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ട് ഞാൻ ഇരുന്ന് ടി വിയിൽ കാണുന്നതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ജോൺ സീനയുടെ ഭയങ്കര ഫാനായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ എലിമെൻ്റൊക്കെ ഉണ്ട്. മറ്റേ യു ക്യാൻ സീ മീ അതൊക്കെ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത ക്യാമിയോ ആണ് മമ്മൂട്ടിയുടെ എൻട്രി ഉണ്ട് അതിൻ്റെ അകത്ത്. ഏറ്റവും അവസാനം ഒരു 10-15-20 മിനിറ്റിനകത്തേ ഉള്ളൂ. ഓക്കെ, ആദ്യമേ നമുക്ക് മനസ്സിലാവും മമ്മൂട്ടി ഇതിനകത്ത് ഉണ്ടെന്ന്. കാരണം ആദ്യം ഒരു കാർട്ടൂൺ രീതിയിലൊക്കെ മമ്മൂട്ടിയുടെ വാൾട്ടർ എന്ന കഥാപാത്രത്തിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കാണിച്ചു പോകും. എങ്ങനെയാണ് അവിടെ വാൾട്ടർ അത്രയും പേരെടുത്തത് എന്നൊക്കെ കാണിച്ചു പോകും. അപ്പോഴേ മനസ്സിലാവും മമ്മൂട്ടി ഏതെങ്കിലും ഒരു സമയത്ത് വരുമെന്ന്. എനിക്കറിയാം ഏറ്റവും അവസാനമേ വരുള്ളൂ. കാരണം പുള്ളിക്കാരൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഉള്ള ആദ്യത്തെ സിനിമ എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതത് സ്ക്രീനിൽ അറിയാൻ പറ്റും. പുള്ളിക്കാരൻ വരുമ്പോൾ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, പക്ഷേ പുള്ളിക്കാരൻ അറിയാലോ, നേരത്തെ ഫൈറ്റിൽ ഇപ്പം ഇത് പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് മോഹൻലാൽ ഫാനാണ് നീ, നിനക്ക് അങ്ങനെ തോന്നുള്ളൂ, നെഗറ്റീവ് പറയുന്നത് അങ്ങനെയല്ല. ഞാൻ ഒരിക്കലും, അതായത് ഇങ്ങനെ ഫാൻ ബേസ് പിടിച്ചിട്ട് ഞാൻ പറയുന്നതല്ല. പക്ഷേ പുള്ളിക്കാരന് വയ്യാത്തത് കറക്റ്റായിട്ട് സ്ക്രീനിൽ അറിയാൻ പറ്റും. പുള്ളിക്കാരന് ആദ്യം ചെറിയൊരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കസേരയൊക്കെ എടുത്തടിക്കുക, അങ്ങനത്തെ ഈ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. അത് കാണുമ്പോഴേ മനസ്സിലാവും പുള്ളിക്കാരന് ശരിക്കും പറഞ്ഞാൽ വയ്യ. ഒന്നാമത്തെ കാര്യം ട്രീറ്റ്മെൻറ്റും കൂടെ കഴിഞ്ഞതുകൊണ്ട്. പിന്നെ പണ്ടേ പുള്ളിക്കാരൻ ഫൈറ്റിൽ അത്ര ഫ്ലെക്സിബിൾ അല്ല, അറിയാലോ. പ്രൈം ടൈമിലായാലും പോലും ഫൈറ്റിൽ അത്ര ഫ്ലെക്സിബിൾ അല്ല. അപ്പോൾ ഇപ്പോൾ വയ്യാത്തതും കൂടെ ആയതുകൊണ്ട് കറക്റ്റ് സ്ക്രീനിൽ അറിയാൻ പറ്റും. കൈയൊക്കെ ഇങ്ങനെ പോകുന്നതും പുള്ളിക്കാരൻ ഒന്ന് ഒഴിഞ്ഞ് മാറുന്നതും ഫ്ലെക്സിബിൾ അല്ല ബോഡി. അപ്പോൾ അത് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പം കുറച്ച് ആദ്യം എന്തായാലും വന്ന ഉടനെ ചുമ്മാ ഇരുത്തിയേക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു ചെറിയൊരു ഫൈറ്റ് നടത്തി അതിനുശേഷം കുറേ നേരം ഇരിക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈ ട്രോളിലൊക്കെ കാണുമ്പോൾ അനിയൻ കുട്ടന്മാരെ ഇട്ട് തല്ലിക്കുക അങ്ങനെ ഒരു സംഭവമായിരുന്നു അതിൻ്റെ അകത്ത്. അത് പറയുമ്പം മമ്മൂട്ടി ഫാൻസിന് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, പക്ഷേ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ പുള്ളിക്കാരൻ്റെ ലുക്ക് ഓക്കെ, അതായത് കഴുത്തിന് മേളിലോട്ടുള്ള ലുക്ക് നൈസാണ്, അതൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ബോഡി കാണാൻ പറഞ്ഞാൽ പുള്ളി വീക്കാണ്, നല്ല വീക്കാണ്. അതായത് മേ ബി ഞാൻ പറഞ്ഞില്ല, ആ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വന്നത് കൊണ്ടായിരിക്കാം. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് ഒരു ഫൈറ്റൊക്കെ കഴിഞ്ഞ് പടം തീർന്നു അവസാനം ഇങ്ങനെ ആ ഒരു റെസ്ലിംഗ്, അതായത് ഞാൻ പറഞ്ഞില്ല അവർ ജീവിതം അതായത് ജീവിക്കാൻ വേണ്ടി ഉപമാർഗത്തിന് വേണ്ടി തുടങ്ങിയ ഒരു സംഭവമാണ് അത്. മറ്റേ വില്ലൻ, അതായത് മറ്റേ വിശാഖ് നായർ പൊളിക്കാൻ ശ്രമിക്കുന്നു. അത് തടുക്കാനായിട്ട് മമ്മൂട്ടി അവസാനം വരുന്നു, തടുക്കുന്നു, ജയിക്കുന്നു. അങ്ങനെ കുറേ. പിന്നെ സായി കുമാർ അത്യാവശ്യം നല്ലപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. സായി കുമാർ ആദ്യം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ സായി കുമാറും ഈ മമ്മൂട്ടി തമ്മിലുള്ള ഫൈറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, കാർട്ടൂൺ രൂപേണ കാണിക്കുന്നത് അങ്ങനെയാണ്. അപ്പം അത്രയും നാൾ സായി കുമാറായിരുന്നു അവിടുത്തെ ഹീറോ മീൻസ് ഈ ഗാട്ട ഗുസ്തി ആ ഒരു സംഭവത്തിൽ അങ്ങനെയായിരുന്നു ഹീറോ. അപ്പോൾ എവിടെ നിന്നോ മമ്മൂട്ടി വരുന്നു, മമ്മൂട്ടി സായി കുമാറും തമ്മിൽ ഏറ്റുമുട്ടുന്നു, സ്വാഭാവികമായിട്ട് ഹീറോ ജയിക്കുന്നു, മമ്മൂട്ടി ജയിക്കുന്നു. പിന്നെ മമ്മൂട്ടിയായിരുന്നു അവിടുത്തെ കിടിലം. ഓക്കെ, പിന്നെ മമ്മൂട്ടി എന്തൊക്കെ പ്രശ്നം കാരണം ഇവിടുന്ന് നാട് വിട്ടു പോകുന്നു. അങ്ങനെ കുറേയൊക്കെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് കഥ. അവസാനം സായി കുമാറിൻ്റെ അഭിനയം പറയാതിരിക്കാൻ വയ്യാട്ടോ. കാരണം അവരുടെ ഫൈറ്റും അങ്ങനെ വലുതായിട്ട് കാണിക്കത്തില്ല. പണ്ടത്തെ ഫൈറ്റൊന്നും ആ ഒരു കാർട്ടൂൺ രീതിയിൽ ചെറുതായിട്ടൊന്ന് കാണിച്ചു പോകത്തേ ഉള്ളൂ. പക്ഷേ ആ ഒരു ഫൈറ്റ് എത്രത്തോളം ഇൻറ്റൻസ് ആണെന്ന് സായി കുമാറിൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാവുമായിരുന്നു. അമ്മാതിരി എക്സ്പ്രഷനാണ് പുള്ളിക്കാരൻ ഇടുന്നത്. അതായത് മമ്മൂട്ടി അത്രയും അപകടകാരിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരൻ്റെ ഒരൊറ്റ എക്സ്പ്രഷനിൽ നിന്ന്. അത് വല്ലാത്ത കഴിവാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മമ്മൂട്ടിയെ വലിയൊരു ആവശ്യം അതിൻ്റെ അകത്ത് തോന്നിയില്ല. പിന്നെ ഒരു ക്യാമിയോ, പടം ഓടാൻ വേണ്ടി ഒരു ക്യാമിയോ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കരുതാം.
ഓക്കെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അല്ല ഇനിയിപ്പോൾ ഞാൻ അത് പറഞ്ഞാൽ ചിലപ്പോൾ കമ്പാരിസൺ ആയിപ്പോൾ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ. അപ്പം വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം ഒ ടി ടിയിൽ വരുമ്പോൾ അഭിപ്രായങ്ങൾ മാറും. ചിലപ്പോൾ ഭയങ്കര ലാഗായിട്ട് തോന്നും പലർക്കും. കാരണം തിയേറ്ററിലെ ഓഡിയൻസ് വേറെയാണ്, അറിയാമല്ലോ, ഞാൻ പല വീഡിയോസിലും പറയുന്നതാണ്. തിയേറ്ററിലെ ഓഡിയൻസ് വേറെ, ഒ ടി ടിയിലിരുന്ന് നിങ്ങളെ കംഫർട്ട് സോണിലിരുന്ന് കാണുന്നത് വേറെയാണ്. സോ എൻജോയ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഓക്കെ. ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.